ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, ഫ്യൂച്ചർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുന്നവർ, ലൈഫ് ഒരു സ്റ്റക്കായിട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹൗ ടു സ്റ്റാർട്ട് ലൈഫ് അഗെയിൻ. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു ചാപ്റ്റർ മാത്രമാണ്. ഈ ഒരു സിറ്റുവേഷൻ ഇതൊരിക്കലും ഒരു എൻഡിങ് അല്ല. ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അതിൽ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഫേവറബിൾ ആയിരിക്കും, നമുക്ക് വളരെ ഇഷ്ടത്തോടെ ആയിരിക്കും നമ്മളത് പഠിക്കുന്നത്, വായിക്കുന്നത്, അത് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ചാപ്റ്റേഴ്സ്, ചില വിഷയങ്ങൾ നമുക്ക് അത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എത്രയാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു ചാപ്റ്റർ മാത്രമാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മൊമെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരിക്കലും ഒരു അവസാനമല്ല, ഇതൊരു കറൻറ്റ് ചാപ്റ്റർ മാത്രമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ തുടക്കത്തിന് അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും. അത് മാത്രമല്ല, റിയാലിറ്റി ആയിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക, വിച്ച് മീൻസ് നമ്മുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ കൺട്രോൾ അല്ല, ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അതുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അത് നമ്മുടെ മനസ്സമാധാനത്തിന് എഫക്റ്റ് ചെയ്യുന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് വൺ, പാസ്റ്റിനെ പാസ്റ്റിൽ തന്നെ വിടുക. കാരണം പാസ്റ്റിൽ നമുക്ക് ഒരു ചേഞ്ചും കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ആകെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ പ്രസൻറ്റിലാണ്. പ്രസൻറ്റിൽ കൊണ്ടുവരുന്ന ചേഞ്ചാണ് നമ്മുടെ ഫ്യൂച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രസൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. പല ആൾക്കാരുണ്ട് അല്ലേ, നമ്മുടെ കരിയറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിയാണ്, നമുക്ക് +2 ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയണ്ട, ഇന്ന കോഴ്സ് തിരഞ്ഞെടുത്താൽ, അങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നായിരിക്കും നമ്മളൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത്, മെഡിസിൻ, എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിഗ്രി, ഏത് കോഴ്സാവട്ടെ തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോഴ്സ് കഴിഞ്ഞ് പഠിച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും അറിയുന്നത് ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത്, എനിക്ക് ഈ ഒരു ഫീൽഡ് അത്ര ഇഷ്ടമാവുന്നില്ല, എനിക്കിതിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ സമയത്തിനായിരിക്കും തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാസ്റ്റിനെ അങ്ങ് ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ടായിരുന്നു, ഇന്നത് തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു, എങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പോകാമായിരുന്നു എന്നുള്ള എന്താ പറയണ്ടേ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പാസ്റ്റിനെ എന്ത് ചെയ്യും, ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അതൊരു ബാഗേജ് ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആക്ച്വലി അത് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. പാസ്റ്റ് അവിടെ കഴിഞ്ഞു, അവിടെ വിടുക. അത് ഇനി പിന്നെ ഓപ്പൺ ചെയ്താലും ഒരു കാര്യമില്ല, കാരണം അതിലൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് ഓൾറെഡി കഴിഞ്ഞ് എന്താ പറയുക, പൂട്ടി വെച്ച ഒരു ബുക്കാണ്. അതിൽ പിന്നെ ഒരു തിരുത്തൽ നമുക്ക് നടക്കില്ല. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലാണ്. കാരണം നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് പ്രസൻറ്റിന് നമുക്ക് ഇഷ്ടമുള്ള ജീവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്യും. സോ ഒരിക്കലും പാസ്റ്റിനെ തോക്കി നടക്കരുത്. പാസ്റ്റിൽ നമുക്ക് ഒരുപാട് എന്താ പറയേണ്ടത്, മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതിനെ നമ്മൾ എപ്പോഴും ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു. അതൊരിക്കലും തോക്കി നടക്കാതെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് പ്രസൻറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. തേർഡ് വൺ, ജേർണലിംഗ്. നിങ്ങൾക്കിപ്പം ആരോടും ചിലപ്പോഴും പറയാനുണ്ടാവണമെന്നില്ല അല്ലേ. നമ്മുടെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവണമെന്നില്ല. നമ്മുടെ എന്താ പറയണ്ടത്, അതേ വേവ് ലെങ്ത്തിൽ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു 2-3 പേരെ നമുക്ക്, അല്ലെങ്കിൽ ഒരാൾക്കാരെയൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുള്ളൂ. സോ ചിലപ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും നമുക്ക് അയാളോട് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യില്ല. കുറച്ച് നമ്മൾ പേരൻസിനോട്, കുറച്ച് ഫ്രണ്ട്സിനോട്, കുറച്ച് ഹസ്ബൻഡ്, അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ നമുക്കറിയാവുന്ന, നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്കാണ്? നമുക്ക് മാത്രമാണ്. സോ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അയാൾക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് അയാളുടെ തെറ്റല്ല, അയാൾക്കത്, കാരണം നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസൊക്കെ നമുക്ക് മാത്രമേ അറിയൂ. സോ നിങ്ങളത് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു നല്ല ഫ്രഷ് ബുക്ക് എടുക്കുക, എന്നിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഡേറ്റ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ തോന്നുന്നത്, നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്തൊക്കെയാണോ തോന്നുന്നത്, അതൊക്കെ അങ്ങോട്ട് എഴുതുക. നമ്മളത് ഒരാളോട് പറയുന്ന പോലെ, എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി, എനിക്ക് ഇന്നതൊക്കെ കിട്ടി, അത് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്, അതും നമ്മൾ പറയണം. നമുക്കുള്ള വിഷമങ്ങൾ മാത്രമല്ല, നമുക്കുണ്ടായ ചെറിയ സന്തോഷങ്ങൾ അതിൽ എഴുതി തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാണാം. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. അതിൻ്റേതായ ഒരു ടൈം കൊടുക്കുക. ഓക്കെ, പെട്ടെന്ന് നാളെ തന്നെ എനിക്കൊരു പുതിയൊരാളാവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതൊരു ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. ആരോ പറഞ്ഞതുപോലെ, കെട്ടിക്കിടക്കുന്ന
നദിയിലല്ല, ഒഴുകുന്ന നദിയിലാണ് സൗന്ദര്യം അല്ലേ. നമുക്ക് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിൽ നമുക്ക് കാല് കുത്താൻ തോന്നും? ഇല്ല, നമുക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കണം. സോ നിങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇവോൾവ് ചെയ്തുകൊണ്ടേ മാറിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ചിന്തകളാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാലൊക്കെ നമ്മുടെ മനസ്സിനുള്ള ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രവൃത്തികളിൽ റിഫ്ലക്റ്റ് ചെയ്യും. സോ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയത് ഇപ്പോൾ എത്ര പേർക്കുണ്ടല്ലേ രാവിലെ എഴുന്നേൽക്കാൻ പറ്റി നല്ലൊരു ഹെൽത്തി ആയിട്ട് മനസ്സമാധാനത്തിൽ എത്ര പേർക്ക് രാവിലെ ഈ ലോകത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? നടക്കാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? കണ്ണ് കാണാൻ, അങ്ങനെ നമുക്കിതൊക്കെ പറ്റുന്നുണ്ടല്ലോ. സോ അതിനെല്ലാം നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. എന്ത് എഴുതണം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ നമുക്ക് ലൈഫിൽ തോന്നുന്ന കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ എഴുതാം. എനിക്കറിയില്ല, അങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ എഴുതാം. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ആരാ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ മൈൻഡല്ല അല്ലേ. നമ്മുടെ മൈൻഡിൽ വരുന്ന ഇമോഷൻസ്, തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെയാണ് നമ്മുടെ ആക്ഷനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഫോർ ഇൻസ്റ്റൻസ്, ഒരു ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമുക്ക് അയാളെക്കുറിച്ചുള്ള തോട്ട്സും ഇമോഷൻസൊക്കെ ആയിരിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കാണുന്നത്. സോ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അല്ല അങ്ങനെയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അരോഗൻസ് അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു കാര്യത്തിനോടുള്ള പെട്ടെന്നുള്ള സമീപനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ കൺട്രോളാണോ നിങ്ങളുടെ മനസ്സിരിക്കുന്നത്? നിങ്ങളുടെ കൺട്രോളാണോ നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ ഇമോഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അത് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു സമീപനം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പഠിക്കുകയാണ് ജേർണലിങ്ങിലൂടെ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകൾ, കാര്യങ്ങൾ എല്ലാം എഴുതുക. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.